വിശുദ്ധ കുർബാന ഏകീകരണം സംബന്ധിച്ച അന്തിമ തീരുമാനമറിയിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്ക് കത്തയച്ച് പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ലിയോനാർഡോ സാൻദ്രി. സിനഡ് നിർദ്ദേശിക്കുന്ന ആരാധനാക്രമ നിർദ്ദേശങ്ങളുടെ വിശ്വസ്തമായ നിർവഹണം സീറോ മലബാർ സഭയിലെ എല്ലാ ബിഷപ്പുമാരോടും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ നാമത്തിൽ ആവശ്യപ്പെടേണ്ടത് പൗരസ്ത്യ തിരുസംഘത്തിന്റെ ചുമതലയാണെന്ന വാക്കുകളോടെയാണ് കത്ത് ആരംഭിക്കുന്നത്. വിശുദ്ധ പൗരോഹിത്യത്താൽ ദൈവത്തിന് പ്രത്യേകമാംവിധം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബിഷപ്പുമാർ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. പുരോഹിത ധർമ്മങ്ങൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിലും അജഗണത്തിന് മാതൃകയാകുന്നതിലും പുരോഹിതർ നിത്യപുരോഹിതനായ ക്രിസ്തുവിന്റെ കയ്യിലെ ഉചിതമായ ഉപകരണങ്ങൾ ആകണം. പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാനിലെ സമ്മേളനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ അടുത്ത നാളുകളിൽ ഉണ്ടായിട്ടുള്ള ആരാധനാക്രമ തർക്കങ്ങൾ ദൗർഭാഗ്യകരമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ അനിശ്ചിതകാലത്തേക്ക് അതിരൂപതയിൽ അനുവദിച്ചിട്ടുള്ള ഇളവുകൾ പിൻവലിക്കണം. അതിരൂപതയിലെ പ്രത്യേക കേസുകളിൽ ഇളവുകൾ നൽകുന്നത് സംബന്ധിച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുമതിയോടെ മാത്രം തീരുമാനമെടുക്കാനാണ് അദ്ദേഹത്തിന് അധികാരമുള്ളത്. അതിനാൽ സിനഡൽ നിർദ്ദേശപ്രകാരമുള്ള ലിറ്റർജിക്കൽ ഫോർമുല നടപ്പിലാക്കുവാൻ ആർച്ച് ബിഷപ്പ് കരിയിൽ വൈദികരെ പ്രോത്സാഹിപ്പിക്കുകയും സിനഡൽ രൂപത്തിലുള്ള വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന ബിഷപ്പുമാരെ സ്വാഗതം ചെയ്യാൻ അവരോട് നിർദ്ദേശിക്കുകയും വേണം. സിനഡ് അംഗീകരിച്ചിട്ടുള്ള ആരാധനാക്രമ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്നും നിശ്ചയിക്കപ്പെട്ട ഭാഗങ്ങളിൽ ബേമയുടെ ഉപയോഗമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ ഉറപ്പുവരുത്തണം. പൗരോഹിത്യാഭിഷേക ദിനത്തിൽ വാഗ്ദാനം ചെയ്തതുപോലെ പൊതുനന്മയെ മാനിച്ച് വൈദികർ തങ്ങളുടെ സഭാ മേലധികാരികളോട് വിധേയപ്പെടണം. പ്രസ്തുത കത്തിൽ പരാമർശിച്ചിട്ടുള്ളവ പരിശുദ്ധ പിതാവിന്റെ അംഗീകാരത്തോടെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവൻ ഔദ്യോഗികമായി അറിയിക്കുന്നതായും ആയതിനാൽ സീറോ മലബാർ സഭയിലെ എല്ലാ ബിഷപ്പുമാരെയും പുരോഹിതരെയും വിശ്വാസികളെയും അറിയിക്കേണ്ടതാണെന്നും പരാമർശിച്ചുകൊണ്ടാണ് കത്ത് ഉപസംഹരിച്ചിട്ടുള്ളത്. വത്തിക്കാന്റെ അന്തിമ ഉത്തരവ് പ്രകാരം സിനഡ് പ്രകാരമുള്ള ആരാധനാക്രമ നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നറിയിച്ച് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി എല്ലാ രൂപതകൾക്കും കത്തയച്ചിട്ടുണ്ട്. വത്തിക്കാൻ അയച്ചിരിക്കുന്ന കത്തിൽ വൈദികരുടെ അനുസരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാണെന്നും ആയതിനാൽ വിശുദ്ധ കുർബാനയിലെ സിനഡ് തീരുമാനങ്ങൾ സീറോ മലബാർ സഭ മുഴുവൻ പിന്തുടരേണ്ടതാണെന്നും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അറിയിച്ചു.